നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൃശൂരിന്റെ മണ്ണ്. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ സ്ത്രീ സംഗമം എന്ന ഖ്യാതിയുമുണ്ട് തൃശൂരിന്റെ മണ്ണിൽ നാളെ നടക്കുന്ന ഈ പരിപാടിക്ക്. തേക്കിൻകാട് മൈതാനിയിൽ വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നർത്തകിയും നടിയുമായ ശോഭന, അതുപോലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗം മുത്തുമണി, ബീന കണ്ണൻ, സംരംഭകയായ ബീന കണ്ണൻ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അടുത്തിടെ ശ്രദ്ധേയായ ഇടുക്കിക്കാരി മറിയക്കുട്ടി, അതുപോലെ സംഗീതജ്ഞ വൈക്കം വിജയലക്ഷ്മി അടക്കം നിരവധി സ്ത്രീരത്നങ്ങൾ ഈ പരിപാടിയിൽ മോദിക്കൊപ്പം വേദി പങ്കിടുമെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നാളെ നടക്കുന്ന പരിപാടി കേരളത്തിലെ BJPയുടെ ചരിത്രത്തിൽ വഴിത്തിരിവാകുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ഈ പരിപാടി തൃശൂരിന്റെ മണ്ണിൽ നടത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. തൃശൂരിന്റെ മണ്ണിൽ, ശക്തന്റെ മണ്ണിൽ വിജയിക്കാനാകുമെന്ന് BJP ഉറപ്പിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയായി നടൻ സുരേഷ് ഗോപി കൂടി ഉറപ്പിക്കുമ്പോൾ അവിടെ വിജയം സുനിശ്ചിതമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആ വിജയത്തിന് അടിത്തറ പാകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി കൂടിയായി നാളത്തെ പരിപാടിയെ മാറ്റുകയാണ് BJP ലക്ഷ്യമിടുന്നത്. ഏതു സാഹചര്യത്തിലാണ് BJPക്ക് ജയിക്കേണ്ടത്? ഏതു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് ജയിച്ചെത്തേണ്ടത് എന്നതിന്റെ ആവശ്യകത നാളെ നരേന്ദ്രമോദി തന്നെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളോട് തുറന്നു പറയും എന്ന് BJPയുടെ സംസ്ഥാന നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന് തൊട്ടുമുൻപ് നടക്കുന്ന BJPയുടെ വലിയ ഒരു സംഗമം, ആ പരിപാടിയിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുകയാണ്. സംസ്ഥാനത്ത് BJPക്കെതിരെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്കെതിരെ പിണറായി സർക്കാർ നടത്തുന്ന വലിയ ഇടപെടലുകൾ, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് BJP നേതാക്കളെയും BJP പ്രവർത്തകരെയും വേട്ടയാടുന്ന സമീപനം, ഇതൊക്കെ തന്നെ നാളത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി ചർച്ചാ വിഷയമാക്കും. നമുക്കറിയാം, നടൻ സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് എടുത്ത കേസ്, മാധ്യമപ്രവർത്തകയുടെ ഒരു വ്യാജ പരാതിയിന്മേൽ തിരുക്കപ്പെട്ട് കേസെടുത്ത് സുരേഷ് ഗോപി എന്ന നടനെ പിടിച്ചകത്തിട്ട് കളയാമെന്നുള്ള പിണറായി പോലീസിന്റെ ഹുങ്ക്, ആ ഗൂഢാലോചന, അതിനുവേണ്ടി നടത്തിയ വലിയ ഇടപെടലുകൾ, 354A വകുപ്പ് മാത്രം ചുമത്തിയ കേസിൽ പിന്നീട് 354 വകുപ്പ് പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസിനെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുകയും കേസിൽ നടനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുകയും ചെയ്ത പോലീസ്, ഒടുവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഈ കുറ്റപത്രത്തെക്കുറിച്ച് ആശങ്കയുണ്ടായി. ബലാത്സംഗ കുറ്റം ചുമത്തിയാൽ പരസ്യമായ ഒരു വേദിയിൽ നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർക്കിടയിൽ ലക്ഷക്കണക്കിന് മലയാളികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയാൽ എങ്ങനെ നിലനിൽക്കുമെന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ചർച്ചയായി. അങ്ങനെ ഒരാളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടി, വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി ഒരു കള്ളക്കേസ് എടുക്കുമ്പോൾ പോലും അതിൽ വിശ്വസനീയമായ എന്തെങ്കിലും വേണ്ടേ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലും പരസ്പരം ചോദിച്ചു. അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ആ കുറ്റപത്രം കോടതിയിൽ കൊടുത്താൽ കോടതി എടുത്തിട്ട് അലക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ആ കുറ്റപത്രം ഉടൻ സമർപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഒന്നുകൂടി ആ കുറ്റപത്രത്തിന്റെ സാധുതയെ പഠിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതായത് നടൻ സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ മത്സരിച്ചാൽ പോലും ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിക്കാൻ ഒരു കാരണമുണ്ടാകണം. നടൻ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെ ഈ പരിപാടിയുടെ വേദിയിൽ ഉണ്ടാകരുത്. വേദിയിലുണ്ടായാൽ സുരേഷ് ഗോപി ആ പരിപാടിയുടെ താരമാകും. സുരേഷ് ഗോപി MP എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്ലാഘിച്ച് സംസാരിച്ചാൽ സുരേഷ് ഗോപി താരമാകും. സുരേഷ് ഗോപിയുടെ പകിട്ട് വർദ്ധിക്കും. സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിക്കും. സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ ജയിക്കേണ്ടയാളെന്ന് നരേന്ദ്രമോദി പറഞ്ഞാൽ അത് പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറമുള്ള വലിയ ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടാക്കും, പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കും. ഇതൊക്കെ ഒഴിവാക്കണം.
സുരേഷ് ഗോപിയെ നൈസായ ആ വേദിയിൽ നിന്നും ഒഴിവാക്കി നിർത്തണം, മാറ്റി നിർത്തണം. അതിന് കണ്ടൊരു ഉപായമാണ് ഈ മാധ്യമപ്രവർത്തന കേസിലുള്ള നടപടി. പക്ഷേ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നരേന്ദ്രമോദി നാട് എത്തുമ്പോൾ 2 ലക്ഷത്തോളം പേരാണ് ആ പരിപാടിയിലേക്ക് BJP പ്രതീക്ഷിക്കുന്നത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളതാണ് ആ പരിപാടിയുടെ സന്ദേശം തന്നെ. ആ പേരിലാണ് ആ പരിപാടി നടത്തുന്നത്. അതായത് വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ സ്ത്രീ സംഗമമാണ്. അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനപ്പുറം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ യോഗം എന്ന നിലയ്ക്ക് കൂടി ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന വലിയൊരു മഹത്തായ സംരംഭം നടക്കാൻ പോകുന്നു. ആ മഹത് സംരംഭത്തിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി രാജ്യത്തിലെ വലിയൊരു ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ആ മഹത് സംരംഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നരേന്ദ്രമോദി പറയും. കേരളത്തിന്റെ മണ്ണ് BJPക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. കാരണം നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ ആദ്യത്തെ സ്ത്രീ സംഗമത്തിൽ കേരളത്തിന്റെ മണ്ണിൽ, തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നു. തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി സംസാരിക്കും. ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ മോദി എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂര് ക്രൈസ്തവ വോട്ട് ബാങ്കിന് ശക്തമായ വേരോട്ടമുള്ള ഇടമാണ്. ക്രൈസ്തവ നേതാക്കളുമായി വലിയ ബന്ധമുള്ള രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി. ദേശീയ തലത്തിലുള്ള ക്രൈസ്തവ നേതാക്കന്മാരെ ക്രിസ്മസ് ദിനത്തിൽ വിളിക്കുകയും തന്റെ വസതിയിൽ വിരുന്നു സൽക്കാരം നൽകുകയും ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ സംഭവത്തെ വികലമായി ചിത്രീകരിച്ച് ബിഷപ്പുമാരെ അധിക്ഷേപിച്ച സർക്കാരിലെ ഒരു മന്ത്രി ഭരിക്കുന്ന ഒരു നാടാണ്. കേരളത്തിലെ സർക്കാരിന്റെ ഒരു ഭാഗമായ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസമാണ് ബിഷപ്പുമാരെ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കുകയും പിന്നീട് ക്രൈസ്തവ സഭയുടെ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ മാപ്പ് പറഞ്ഞ് പിൻവലിയുകയും ചെയ്ത്. ഈ വിഷയങ്ങളടക്കം നരേന്ദ്രമോദി രാഷ്ട്രീയ ചർച്ചയാക്കിയാൽ കേരളത്തിലെ ക്രൈസ്തവ സഭയെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ആവേശം ചെറുതായിരിക്കില്ല. കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങളിൽ 30% വോട്ട് BJPക്ക് ലഭിച്ചാൽ പിന്നെ BJPക്ക് കേരളത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറെ രസകരമായ കാര്യം, ഏറെ ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയോട് അടുപ്പമുള്ള ആളുകൾ ഏറെ ഉള്ളപ്പോൾ, രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിക്ക് വലിയ ജനകീയ പിന്തുണ ഉള്ളപ്പോൾ, ക്രൈസ്തവ വോട്ടിന്റെ 30-35% കൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമായി ലഭിച്ചാൽ പാരമ്പര്യമായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വോട്ട് BJPയിലേക്ക് മറിഞ്ഞാൽ BJPയുടെ വിജയം തൃശ്ശൂരിൽ സുനിശ്ചിതമാണ്. അതിനു വേണ്ടിയുള്ള കളമൊരുക്കാനുള്ള തന്ത്രവുമായിട്ടായിരിക്കും നരേന്ദ്രമോദി എത്തുക. നാളെ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന നരേന്ദ്രമോദി ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് എത്തും. അവിടെ ആദ്യം റോഡ് ഷോയാണ്. റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. എന്തായാലും കേരളത്തിലെ BJPയുടെ തലവര മാറ്റുന്ന ഒരു യാത്രയാകും നരേന്ദ്രമോദിയുടെ നാളത്തെ യാത്ര എന്നതിൽ യാതൊരു തർക്കവുമില്ല.